ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിന്. കാരണം വലിയ പണിയൊന്നുമില്ല, കുറച്ച് പണിയേ ഇല്ലൂ. രാവിലെ തന്നെ എടുക്കേണ്ട പണികളൊന്നും അങ്ങനെ ഉണ്ടായിട്ടാട്ടാ. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാക്കാൻ വിചാരിച്ചേട്ടാ. അപ്പം ഉപ്പുമാവും പിന്നെ മക്കൾക്ക് ഇന്ന് ബ്രെഡും ബുൾസയുമാണെന്ന് പറഞ്ഞിന്. അപ്പോൾ അവർക്ക് അങ്ങനെ ആക്കുമ്പോൾ പിന്നെ ഏതായാലും ഉപ്പുമാവാക്കാൻ വിചാരിച്ച്. ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഴിക്കാനില്ലല്ലോ, ഒരു വെറൈറ്റി ഉപ്പുമാവാക്കാൻ വിചാരിച്ചേട്ടാ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉപ്പുമാവാക്കാൻ വിചാരിച്ച്. അപ്പോൾ സാധാരണ ഉപ്പുമാവാക്കുന്നതിന് ഒന്ന് മാറ്റി പിടിക്കാൻ വിചാരിച്ചേട്ടാ. അപ്പോൾ ഇതാ മക്കൾക്ക് രാവിലെ തന്നെ ബുൾസയാക്കി കൊടുക്കുന്നുണ്ട്. അവർക്കുണ്ടല്ലോ ബുൾസയ പറഞ്ഞാലും പിന്നെ നമ്മൾ ആ മഞ്ഞ കരുവില്ലേ, അത് നന്നായി വെന്ത് കിട്ടണം കേട്ടോ. ആ ഒലിക്കുന്ന രീതിയിൽ അവർക്കിഷ്ടമല്ല, അപ്പോൾ അവർ കഴിക്കൂല. അപ്പം അതുകൊണ്ട് ഇത് ഞാൻ തിരിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ ആ മഞ്ഞ ഇതെല്ലാം പൊട്ടിച്ചിട്ട് അതെല്ലാം നന്നായി വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബ്രെഡൊന്ന് നെയ്യിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കുണ്ടല്ലോ മടിയെല്ലാം ഉള്ള സമയം ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര എന്തെങ്കിലും അസുഖമോ പിന്നെ പനി കാര്യങ്ങളോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല മടിയെല്ലാം ഉള്ള ടൈമിൽ ഇങ്ങനെയെല്ലാം എളുപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ പിന്നെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കാം കേട്ടോ. പിന്നെ എന്താ പറയുക, ഉപ്മാവ് പ്രത്യേകിച്ച് ഇങ്ങനെ നമുക്ക് കഴിക്കാൻ വലിയ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഈ ഒരു ഉപ്മാവിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം, കറിയൊന്നും വേണ്ട. നല്ല ഒരു ഏകദേശം ഒരു ഫ്രൈഡ് റൈസിൻ്റെ എല്ലാം ടേസ്റ്റ് ഇല്ലേ, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കിട്ടുന്ന ഈ ഉപ്മാവിന്. അപ്പോൾ മക്കൾക്ക് ഇത് വേണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആക്കി കൊടുത്തിന്. അപ്പോൾ അവരിതാ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാപ്പി ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ ബ്രെഡിന് കാപ്പി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് എന്നിട്ട് അവർക്ക് ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. രാവിലെ കുറച്ച് ഇഷ്ടം പോലെ സമയം ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് എനിക്ക് കുറച്ച് പണി ഉണ്ടായിന്. എന്താ വെച്ചാൽ ചെടി നടാനുണ്ടായിന്. അപ്പോൾ കുറച്ച് മണ്ണെല്ലാം നിറച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇതാ ഉപ്മാവിലേക്ക് ഞാനിതാ മുട്ട ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് മുട്ടയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വറുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒരു മുട്ട ഉണ്ടായിട്ടോ കേട്ടോ, 2 മുട്ട ഉണ്ടായിന്. എൻ്റെ കൈമന്ന് വീണ് പോയി കേട്ടോ രാവിലെ തന്നെ. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു മുട്ടയിൽ തന്നെ തൃപ്തിപ്പെടാൻ വിചാരിച്ച്. 2 3 മുട്ടയെല്ലാം ഉണ്ടെങ്കിൽ അത്രയും ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുക്ക് ഒന്നുണ്ടായതുകൊണ്ട് ഞാൻ ഒന്ന് ഇട്ട് കൊടുക്കുന്നതാണ്. ഇനി ഇതാ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിലേക്ക് ഓയിലായാലും മതി. വെളിച്ചെണ്ണയാകുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും കിട്ടും കേട്ടോ. ഇനി അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ചൂടായാൽ നമ്മളെ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതാ നേരത്തെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെജിറ്റബിൾസ്. ക്യാരറ്റും ഒരു ക്യാരറ്റ് ഉണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു കഷ്ണം ക്യാപ്സിക്കും, തക്കാളിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ക്യാപ്സിക്കം ഇല്ലെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ക്യാരറ്റ് നമ്മൾ ഉപ്മാവിൽ ഇടുന്നത് തന്നെയല്ല. ഇനി ഇതിലേക്ക് ഇതാ ഞാൻ ക്രഷ്ഡ് ചില്ലിയിലെ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂണോളം അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഉണ്ടായതുകൊണ്ട് ചേർത്ത് കൊടുത്തതാണ്, ഓപ്ഷനിലാണ്. ഇനി ഇതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പാകത്തിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സവാള തക്കാളിയെല്ലാം മസ്റ്റായിട്ട് എടുക്കാം കേട്ടോ. ഒരു ചെറിയ സവാള എടുത്താൽ മതി, ഒരു വലുതാണെങ്കിൽ ഒരു കഷ്ണം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റി വന്ന ശേഷം നമ്മളെ സോയാ സോസില്ലേ, അത് 2 ടീസ്പൂണോളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം അത് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. സോയാ സോസ് ഇതിന് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത് ഈ ഉപ്മാവിന്. നമുക്ക് ആ ഫ്രൈഡ് റൈസിൻ്റെ എല്ലാം ടേസ്റ്റ് പോലെ കിട്ടണമെങ്കിൽ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഉപ്മാവിന് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ബീൻസെല്ലാം ഉണ്ടെങ്കിൽ ബീൻസെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിതാ നുറുക്ക് ഗോതമ്പ് വന്നിട്ട് എടുത്തിട്ടില്ല, നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്മാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഉപ്മാവ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇത് കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കഴുകിയിട്ട് നല്ലോണം പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടാണുള്ളത്. വെള്ളം തിളച്ചതിന് ശേഷം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം, ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, കുറച്ച് ചേരുവകൾ ഞാൻ ഇതിൽ എക്സ്ട്രാ ചേർത്തിരുന്നേ ഇല്ലു. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കുറവുണ്ടായിന്, അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഒറ്റൊരു വിസിൽ വരുന്നത് വരെ മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു വിസിലെല്ലാം കഴിഞ്ഞ് ഞാൻ ഇതാ തുറന്നിട്ടുണ്ട്. ഇതാ ഉപ്മാവ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് വറ്റൽ മുളകെല്ലാം ഉണ്ടെങ്കിൽ കടുക് കാച്ചുമ്പോൾ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ചില്ലി ക്രഷ്ഡ് ചേർത്തോണ്ടാന്ന് പിന്നെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി ഇതാ ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് ചൂടോടെ തന്നെ കഴിക്കാൻ വിചാരിച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മണമെല്ലാം ഉണ്ട്. ഇനി ഇതിലേക്ക് ഇതാ നേരത്തെ നമ്മൾ മുട്ട വറുത്ത് വെച്ചിട്ട് അത് ഇതിൻ്റെ മീത്തലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഉപ്മാവിൻ്റെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് തന്നെ അതൊന്ന് വഴറ്റിയെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ മുട്ട വറുത്തത് ഞാൻ ഇതിൻ്റെ മീത്ത എങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ കത്തലെല്ലാം അടക്കിയതിന് ശേഷം ഇതാ ഞാനൊന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ചെടി നടാനുണ്ടായിരുന്നു. അപ്പം രാവിലെ ഞാൻ മണ്ണെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ മണ്ണ് ഉറക്കുമ്പോൾ തന്നെ കുറേ നല്ല പണികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം കാലടി മറിഞ്ഞിട്ടെല്ലാം ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ചെറിയൊരു വേദനയുണ്ട്. ഇപ്പം രാവിലെ തന്നെ എന്തെല്ലോ പണികളാണ് കേട്ടോ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാ മണ്ണ് മൊത്തത്തിലായിട്ട് ഈ ചെടിച്ചട്ടി അങ്ങോട്ട് ഉന്തുമ്പോൾ ഒരിക്കൽ മറിഞ്ഞ് പിന്നെയും അങ്ങോട്ട് ഉന്താൻ പോകുമ്പോൾ പിന്നെയും മറിഞ്ഞ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ല രാവിലെ തന്നെ മൊത്തത്തിലായിട്ട് എന്തെല്ലോ പണികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ മുട്ട പിന്നെ മുട്ട പൊട്ടുന്നതിന് പൊട്ടെ പിന്നെ എന്താ പറയുക ചായൻ്റെ പാത്രം പിന്നെ വെച്ചിട്ടുണ്ടായിന് ചായ കാപ്പി ഉണ്ടാക്കാൻ. അപ്പം ആ പാത്രവും വെള്ളവും അങ്ങനെ മറിഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അധികം ചൂടൊന്നും ഉണ്ടായിട്ട അങ്ങനെ മറിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രാവിലെ തന്നെ കുറേ ഓരോരോ പണികൾ കിട്ടിക്കൊണ്ടിരിക്കുകയെന്ന്. ഇനി ഇതെല്ലാം ഈ മണ്ണെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെയെല്ലാം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് തന്നെ കഴുകണം. ആ മണ്ണിൻ്റെ നല്ലതുപോലെ ചളി ഉണ്ടാവും. അപ്പോൾ ഇതാ ചെടി നടാൻ പിന്നെ നല്ലൊരു ടൈം തന്നെ വേണമല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനത്തെ കുറച്ച് ഉപ്മാവ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആക്കിയതാണ് കേട്ടോ. പിന്നെ എന്താ പറയുക ഇന്ന് ഉച്ചക്ക് മന്തിയാണ് കേട്ടോ. മന്തിയും എളുപ്പമുള്ള കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് ചൂടോടെ തന്നെ എല്ലാം കഴിക്കാൻ രസം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെടി നട്ടതിന് ശേഷം മന്തിയാക്കാൻ വിചാരിച്ചേട്ടാ. അപ്പോൾ ഇതാ ചെടി ഓരോന്നായിട്ട് നടുന്നുണ്ട്. ഇത് ഉണ്ടല്ല ഞാൻ പിന്നെ മദേഴ്സൊന്നും ഉണ്ടായിട്ടല്ല പിള്ളേർക്ക് മദേഴ്സ് സ്കൂളൊന്നും ഇല്ലാതെ നിൽക്കുമ്പോൾ മൂത്തുമ്മാൻ്റെ പരക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആടെ ഇഷ്ടം പോലെ ചെടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആടുന്ന് അത് കാണുമ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് പറിച്ചതാണ്. ചെടിച്ചട്ടി ഉണ്ടല്ല മുമ്പ് ഇവിടെ ഇഷ്ടം പോലെ ചെടി ഉണ്ടായിരുന്നു കേട്ടോ. മുമ്പ് പിന്നെ ആ ചെടിയെല്ലാം ഉണ്ടായപ്പം കുറേ ചെടിച്ചട്ടി ഉണ്ടായിന്. അപ്പം പിന്നെ അതെല്ലാം ഉണങ്ങിപ്പോയതാണ്. അതിനെ ശ്രദ്ധിക്കായിട്ടല്ല. ഇപ്പം ചെടിക്ക് ആദ്യം ഒരു ഭ്രാന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചെടിച്ചട്ടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആടുന്നെല്ലാം പൊരിച്ചെടുത്തതാണ് കേട്ടോ. അപ്പം എന്താ പറയുക ചെടി പിന്നെ ചട്ടി ഉണ്ടല്ലോ കുറേ പോയിട്ടുണ്ടായിന് കേട്ടോ. കുറേ ഇങ്ങനെ പൊട്ടിപ്പോയിട്ടെല്ലാം ഉണ്ടായിന്. അപ്പോൾ ഇല്ലത് വെച്ച് കുറേ ഉണ്ടായിന് കേട്ടോ ചെടിച്ചട്ടി. അപ്പം കുറേ പൊട്ടിപ്പോയിട്ട് ഇതെല്ലാം ഉണ്ടായി. കുറേ ഞാൻ മണ്ണ് വാരുമ്പോൾ ഉണ്ടല്ലോ മണ്ണിൻ്റെ വെയിറ്റ് കൊണ്ട് ഇങ്ങനെ പൊടിഞ്ഞു പോയിട്ടുണ്ടായിന് കേട്ടോ. കൈമന്ന് വീണിട്ടെല്ലാം ഉണ്ടായിന്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഒരു പൂതി വന്നതാണ് കേട്ടോ ചെടി നടാൻ. ആദ്യം പിന്നെയും ചെടി നടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് നട്ടോക്കാൻ വിചാരിച്ച്. അപ്പം ഇതാ നടാൻ എനിക്ക് അങ്ങനെ ഇങ്ങനെ അറിയൊന്നുമില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ തന്നെയോ ചെടി നടൽ ഒന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം അതിൻ്റെ മീത്ത വെള്ളമെല്ലാം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെടി നടാൻ അറിയുന്ന ആൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പലതരം ചെടികളുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇതാ നോക്കിയാൽ ഇതെല്ലാം നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഓരോരോ ചട്ടിയിൽ നടന്നതാണ്. ചട്ടി വലിയ പാങ്ങൊന്നുമില്ല. ചട്ടിക്കെല്ലാം ഇങ്ങനെ പഴകിയോണ്ട് കുറച്ച് അതിൻ്റെതായ എന്താ പറയുക പഴക്കം ഇല്ലതുകൊണ്ട് അതിൻ്റേതായ പാങ്ങും കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഓരോന്നായിട്ട് ഇങ്ങനെ നടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെടി നടൽ. കുഴി കുഴിച്ചിട്ടൊന്നും നടുന്നില്ല. കുറച്ച് മണ്ണിട്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ട് നടുന്നതാണ്. ഞാൻ നട്ടാലുണ്ടല്ലോ ചെടി തെക്കൽ കുറച്ച് കുറവാണ് കേട്ടോ. അപ്പം അറിയായിട്ടോ എന്താണെന്ന് അറിയില്ല. പക്ഷെ എൻ്റെ ഉമ്മ നട്ടാലുണ്ട് പെട്ടെന്ന് ചെടി തെക്കും കേട്ടോ. അപ്പം ഇനി ഇതും കൂടെ നോക്കാം നട്ടാൽ തെക്കുന്നുണ്ടോ നല്ല നോക്കാം. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ നട്ടിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പണിയുണ്ടല്ലോ ഈ ചെടി നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെടിക്ക് ഇങ്ങനെ നടുന്നത് കാണുമ്പോൾ കുറേ ചെടികൾ വേണം. മുമ്പ് ചെടിക്ക് ഒരു പ്രാന്തുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ചെടി നിറച്ചും വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുമ്പ് ഇഷ്ടം പോലെ ചെടികൾ ഞാൻ വാങ്ങിച്ചിട്ട് തന്നെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഉമ്മ നട്ടതല്ല പിന്നെ ഇങ്ങനെ ചട്ടിയിൽ തന്നെ വാങ്ങിച്ചിട്ട് കുറേ ആക്കിയിട്ടുണ്ടായിന്.
പിന്നെ കൊറോണ ആ ടൈമെല്ലാം ആയപ്പം എന്താ പറയുക, പിന്നെ കൊറോണയെല്ലാം ഉണ്ടായിന്. അപ്പം എന്തായി, ചെടി നോക്കാനും അങ്ങനെയെല്ലാം ബുദ്ധിമുട്ടുണ്ടായിന് കേട്ടോ. പിന്നെ പ്രസവിച്ച് ആ കഴിഞ്ഞ പോലെ ചെടിയെല്ലാം നോക്കാനും വെള്ളം ഒഴിക്കാനും ആ സമയമെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായ കാര്യമാണ് കേട്ടോ. അപ്പം അങ്ങനെ ചെടി നോക്കാതെ നിൽക്കുമ്പോൾ ഉണങ്ങിപ്പോയേട്ടാ. അപ്പം ഓരോന്നായിട്ട് ഇങ്ങനെ നടുന്നതാണ്, ഏതാന്ന് നടണ്ട് എന്നൊന്നും ഇങ്ങനെ ഓരോ ചട്ടിയിൽ ഏത് നടണ്ട് എന്നെല്ലാം ഒരു കൺഫ്യൂഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടിയിൽ നല്ല രസമില്ല കാണാം, പക്ഷേ ഇത് നിൽക്കുന്നത് കണ്ട വാടിപ്പോയിട്ടാണ് കേട്ടോ. അപ്പം നല്ല വൈകുന്നേരം കൊണ്ടുവന്നതാണ്, ഇപ്പം രാവിലെ എത്ര കേട്ടോ നടുന്നത്. അവിടെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ ചെടിയെല്ലാം നട്ടതിന് ശേഷം പിന്നെ മന്തിയാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. മന്തിയാക്കാൻ വലിയ പണിയൊന്നുമില്ലല്ലോ, ഞാൻ പറഞ്ഞില്ല മടിയെല്ലാം ഇല്ല സമയം ഇങ്ങനെയെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എളുപ്പമില്ല പണികൾ നമ്മൾ വേഗം കണ്ടുപിടിച്ചിട്ട് എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പം രാവിലെ ഉപ്മാവും ഉച്ചക്ക്, അഥവാ രാവിലെ ഉപ്മാവല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു തൃപ്തി ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉച്ചക്ക് ഇതേപോലത്തെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യങ്ങളെല്ലാം നോക്കാം കേട്ടോ. എളുപ്പവും തന്നെ എന്നാൽ ടേസ്റ്റും തന്നെ. അപ്പം മന്തിക്ക് വലിയ പണിയേ ഇല്ലല്ലോ. നമുക്ക് ബിരിയാണി ആക്കുന്ന ബുദ്ധിമുട്ടൊന്നും നമുക്ക് മന്തിക്കില്ല, പെട്ടെന്ന് തീരും. അപ്പം വെജിറ്റബിൾസ് എല്ലാം ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ നമ്മളെ മല്ലിയിലും പുതിനയിലും ക്യാപ്സിക്കും, വേറൊന്നും പണിയില്ലല്ലോ. പിന്നെ അതിന് വേണ്ട മസാലകളും പിന്നെ എല്ലാം ഞാൻ ഒരുക്കി ആദ്യം വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് തന്നെ ഓരോന്നായിട്ട് എടുത്തിട്ട് ആക്കുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ലല്ലോ. ഓരോരോ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓടിയും വേണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ എല്ലാം റെഡിയാക്കി വെക്കാം കേട്ടോ. ഞാനിങ്ങനെയാണ് ചെയ്യൽ. ആദ്യം തന്നെ എല്ലാം റെഡിയാക്കി അരുവത്തുനിന്ന് തന്നെ അങ്ങോട്ട് എടുത്ത് അങ്ങനെ ഇടലാന്ന് കേട്ടോ. അപ്പം വേഗം ഞാനൊന്ന് മന്തിൻ്റെ അരി കുതിർത്തി വെക്കട്ടെ കേട്ടോ. അപ്പം അതിന് വേഗം ഒന്ന് കുതിർത്തി വെച്ചാൽ അതാടുന്ന് കുതിർന്ന് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഞാൻ 1 കിലോ മന്തിക്കാന്ന് കേട്ടോ വെക്കുന്നത്. മന്തിൻ്റെ അരി 1 കിലോനാണ് എടുക്കുന്നത്. അപ്പം ഗോൾഡൻ അരിയാന്ന് കേട്ടോ എടുക്കുന്നത്, ഗോൾഡൻ മന്തി റൈസാണ് എടുക്കുന്നത്. അതൊന്ന് കുതിർത്തി വെക്കണം. സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞിട്ടുണ്ടായിന് ഇന്ന് മന്തി ഉണ്ടാക്കണം ഉമ്മാന്ന്. അപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മന്തി. അപ്പം വൈകുന്നേരം ചായക്കാലം ഇത് കൊടുത്താൽ അവർ കഴിക്കോട്ടെ. സ്കൂളിൽ വിട്ട് വന്ന് കഴിഞ്ഞാൽ അവർ ഇത് കഴിക്കും. അപ്പം മന്തിക്ക് വേണ്ട മസാല ഞാനൊന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാനുണ്ടല്ലോ 2 ടൈപ്പിൽ ഇതാക്കല്ല കേട്ടോ മന്തി ആക്കല്. ഒന്ന് ഈ മസാല ഇടാതെ, ചെറിയൊരു വ്യത്യാസമില്ല, ഒന്ന് ഈ മസാലകൾ ഇടാണ്ട് തന്നെ മന്തി ആക്കലുണ്ട് കേട്ടോ. കുറച്ച് ഗരം മസാല ഇട്ടിട്ട് അങ്ങനെ ആക്കലുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ഇതേപോലെ മസാലകൾ പൊടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിന്നെ എന്താ പറയുക കുത്തിയിട്ട് അങ്ങനെ ആക്കലുണ്ട് കേട്ടോ. ഇങ്ങനെ കുത്തിയാക്കിയാലില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്കൊന്ന് പട്ട, ചെറിയ ജീരകം, 2 ഏലക്കായി, പിന്നെ നമ്മളെ കുരുമുളക് മുതുമ കുരുമുളകില്ലേ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം എന്താ പറയുക, ചെറിയ ജീരകം ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ. പട്ട ഒരു ചെറിയ കഷ്ണം പട്ടയും, കുരുമുളക് നമ്മളെ പിന്നെ എരിവിനല്ല, ഇതൊരു കുരുമുളക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ മന്തിക്ക്. അപ്പോൾ കുരുമുളക് നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടുന്ന എടുക്കുക. ഏലക്കായി 2 or 3 എടുക്കുക കേട്ടോ. പിന്നെ 3 കറാമ്പ് എടുക്കുക. അങ്ങനെ എന്താ പറയുക, അങ്ങനത്തെ ഐറ്റമെല്ലാം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് പൊടി വേണമെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചാൽ മതി. ഇനി ചിക്കന് ഞാൻ പിന്നെ പാത്രം ആക്കുന്നത് ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം വെള്ളം പിഴിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ പീസാണ് കേട്ടോ ഞാൻ ആക്കിയിട്ടില്ല. വലിയ പീസ് എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ചെറിയ പീസ് ആകുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും, പിന്നെ കാണാനും നല്ല രസമായിരിക്കും കേട്ടോ. കാണാൻ അങ്ങനെയല്ല, എന്താ പറയുക, കഴിക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ. സോറി. അപ്പോൾ ഇതിലേക്ക് പിന്നെ ആ പൊടികളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, നേരത്തെ കുത്തി വെച്ച പൊടികൾ. ഇനി മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 മാഗി ക്യൂബാണ്. ഒരു മാഗി ക്യൂബിൽ 2 മാഗി ക്യൂബ് ഉണ്ടാവും. അങ്ങനെ 2 പാക്കറ്റിൽ 4 മാഗി ക്യൂബാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ആദ്യം ഞാൻ 3 ഇട്ട് കൊടുക്കുന്നില്ലോ, പിന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതിൽ വെച്ചിട്ട് ഉപ്പ് നോക്കിയിട്ടേ ഇട്ട് കൊടുക്കില്ല കേട്ടോ. എന്താ വെച്ചാൽ ഉപ്പ് എപ്പോൾ നമ്മൾ നോക്കണം. മാഗി ക്യൂബിൽ നല്ല ഉപ്പാണ്. അപ്പം ആദ്യം ഞാൻ 3 ഇട്ട് കൊടുത്തിട്ടു. പിന്നെ ഇനി നമ്മളെ ക്യാപ്സിക്കും മല്ലിയിൽ പുതിനയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ക്യാപ്സിക്കോ
ചെറുതായി അരിഞ്ഞതും കുറച്ച് മല്ലിയിൽ കുറച്ച് പുതിനയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി മുളക് പൊടി മിക്സ് ആക്കിയതും ഏകദേശം 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണമെന്ന്. ഇനി ഇതാ കുറച്ച് റെഡ് കളറില്ലേ ഫുഡിൻ്റെ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷനില്ലാന്ന് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതാ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാതിരിക്കണം കേട്ടോ, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ നല്ലതുപോലെ ഒന്ന് കൈയോട് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ മാഗി ക്യൂബ് ഞാൻ 3 ഇട്ടിട്ടൊന്ന് ഇപ്പോൾ ഇതാ ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് അത്ര കുറച്ച് കുറവാണ് കേട്ടോ. വേറെ ഉപ്പൊന്നും ഇതിൽ ആഡ് ചെയ്യണ്ട കേട്ടോ. മാഗി ക്യൂബിൽ ഉപ്പുണ്ടായതുകൊണ്ട് വേറെ ഉപ്പൊന്നും ആഡ് ചെയ്യണ്ട. അഥവാ മാഗി ക്യൂബ് കുറവാന്ന് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതാ വീണ്ടും ഞാനൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ചിക്കനെല്ലാം നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ നിരത്തിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ എന്താ പറയുക, കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് അളമ്പൊക്കെ പോകുന്നുണ്ടായിന് കേട്ടോ, അളമ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിന്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഈ സാധനമാണ് കേട്ടോ ഈ അളമ്പൊക്ക. മുമ്പേ ചെറുപ്പത്തിലേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് പോകുമ്പോൾ വാങ്ങിക്കാതിരിക്കില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് പിന്നെ ഇന്നിപ്പോൾ ഇതുണ്ടായതുകൊണ്ട് തന്നെ ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിന് കേട്ടോ, കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിന്. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിലിട്ട് വെച്ചാൽ ഒന്നാവില്ല, നമുക്ക് ഇഷ്ടമില്ല സമയം ഉണ്ടാക്കിയാൽ 2 ദിവസം ഇന്ന് വാങ്ങിച്ചാൽ നാളെ വൈകുന്നേരം വരെയെല്ലാം നമുക്ക് വെള്ളത്തിൽ തന്നെ സൂക്ഷിച്ച് വെക്കാം കേട്ടോ, ഒന്നും ആവില്ല. അപ്പോൾ അതൊന്ന് അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് വൈകിട്ട് പുഴുങ്ങിയെടുക്കാൻ വെച്ചിട്ട് അതവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ മന്തിൻ്റെ അരി ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴുകുമ്പോൾ ഉണ്ടല്ലോ കുതിർത്തിയതല്ലേ, അപ്പം നല്ലോണം കൈ വെച്ചിട്ട് അമർത്താണ്ട് നമ്മൾ കഴുകിയെടുക്കണം കേട്ടോ. എന്താ വെച്ചാൽ അരി ഉണ്ടല്ലോ പൊട്ടിപ്പോകും, കുതിർന്നതല്ലേ വേഗം. അതുകൊണ്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് പിന്നെ കഴുകാണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ കൊണ്ട് പിന്നെ ഇളക്കിയിട്ട് കഴുകിയെടുത്താൽ മതി കേട്ടോ. ഇനി അതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതാ ഞാൻ വേഗം ഒന്ന് ആ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ക്ലീൻ ആക്കട്ടെ കേട്ടോ. അത് അപ്പാടെ തന്നെ നമ്മൾ ഏത് പണിയും പിന്നെ ചെയ്തിട്ട് അപ്പാടെ തന്നെ അത് ക്ലീൻ ആക്കിയാലല്ലേ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും കാണൂല കേട്ടോ. പ്രത്യേകിച്ച് മടിയുള്ള സമയമെല്ലാം വേഗം ഇങ്ങനെ ചെയ്താൽ വലിയ പിന്നെ കച്ചറയായിട്ടൊന്നും കാണൂല. അപ്പോൾ അതൊന്ന് ഞാൻ വേഗം ഒന്ന് തുടച്ചെടുക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ പിന്നെ മന്തിൻ്റെ വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ. ചോറിന് വേണ്ട വെള്ളം ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതാ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ചോറിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ നമുക്ക് മാഗി ക്യൂബ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ ഉണ്ടായിട്ട് അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത്. ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നാൽ ചോറിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടും കേട്ടോ. അല്ലാണ്ട് തന്നെ ചോറ് നല്ല ടേസ്റ്റാണ്, പക്ഷെ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഇനി അത് അപ്പുറത്തേക്കൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ട് ഇതാ പിന്നെ എന്താ പറയുക ചിക്കനില്ല നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ആ ചിക്കന് അത് വെച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ആദ്യം വെക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ആദ്യം വെച്ചിട്ട് നമുക്ക് ആ ചൂടായിട്ട് പിന്നെ ചൂടായതിന് ശേഷം കുറച്ച് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതാ മന്തിൻ്റെ അതിൻ്റെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് കറാമ്പും പട്ട ഏലക്കായ് അതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഉണക്കനാരങ്ങ എൻ്റെ മീണ്ടായിട്ടാ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഉണക്കനാരങ്ങ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതാ നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഇതാ നേരത്തെ കഴുകി വെച്ച അരിയില്ല മന്തി റൈസ്, അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ പുഴുങ്ങിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്, അരി പുഴുങ്ങിയിട്ടാണ് എടുക്കുന്നത്. നമുക്ക് സാധാരണ ചോറെല്ലാം പുഴുങ്ങിയെടുക്കുന്ന പോലെ ഇല്ല, എന്നിട്ട് പുഴുങ്ങിയിട്ട് ഇത് എന്താക്കും വാർത്തെടുക്കും കേട്ടോ. ഈ പിന്നെ ഈ ചെമ്പന്നെ നമ്മൾ കുത്ത വെച്ച് നമ്മൾ സദാ ചോറെല്ലാം വാർക്കുന്നില്ലേ അതേപോലെ എടുത്താലില്ല നല്ല പോലെ പിന്നെ വെള്ളമെല്ലാം പോയി കിട്ടും കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും അരി. പിന്നെ ചോറ് അരിച്ചെടുക്കുന്നതിനെക്കാട്ടി എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നി ഇതേപോലെ വാർത്തെടുക്കുന്നതാണ് കേട്ടോ. ഇനി അതൊന്നാവട്ടെ, അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ ചിക്കനെല്ലാം ഏകദേശം വെന്ത് തരുന്നുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ആ ക്യാപ്സിക്കും എല്ലാം ആ മസാലകളെല്ലാം ആ വെജിറ്റബിളും എല്ലാം ഒന്ന് പിന്നെ എന്താ പറയുക വെന്ത് കിട്ടണ്ടേ.
അപ്പോൾ ശരിക്കും ഒന്ന് വെന്ത് കിട്ടിയാലേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടൂലോ കേട്ടോ, അതൊന്നും കാണാതെ നിൽക്കൂലും. അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ ചോറ് ഇടായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 98% വെന്ത് കിട്ടണം കേട്ടോ. അപ്പം 98 എന്ന് പറയുമ്പോൾ 98 കുറച്ച് ഒരു 1/4 ഭാഗം വേവോളം നമുക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ആ സമയം ഇപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ചിക്കനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതുവരെ ലോ ഫ്ലെയിമിലാണ് ഇനി ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കിയിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് വേവിച്ച് എടുത്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വീണ്ടും ആക്കിയിട്ട് ഇതാ നമ്മളെ ചിക്കൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഓരോന്ന് ഹൈ ഫ്ലെയിമിലൊന്നും ആക്കണമെന്നൊന്നുമില്ല, ഞാൻ പിന്നെ കുറച്ച് സമയം ആക്കി വെച്ചതാണ് കേട്ടോ. അത് പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോയെന്ന് അറിയില്ല. ആദ്യം നമ്മൾ എന്തായാലും പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. ചിക്കൻ വെച്ചാട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ തിള വരൂലേ, അപ്പോൾ എന്താക്കുക ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചാലേ ചിക്കൻ നല്ലതുപോലെ വെന്ത് കിട്ടുള്ളൂ. അപ്പം മസാലകളെല്ലാം നല്ലതുപോലെ വേവുമല്ലോ. ആ ക്യാപ്സിക്കം എല്ലാം വെന്ത് കിട്ടണമെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ഇനി ഇതാ ചിക്കനെല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ ചോറെല്ലാം നല്ലതുപോലെ പിന്നെ വെള്ളമെല്ലാം വാർന്നു വന്നിട്ടുണ്ട്. ഇനി ഇതാ ഈ മസാലകളിലേക്ക് ചോറിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പല ആളും പല ടൈപ്പിലായിരിക്കുമല്ലോ മന്തി വെക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വെക്കൽ. ഇങ്ങനെ ട്രൈ ആക്കാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം കഴിക്കാൻ ഇതിൻ്റെ റൈസ് കഴിക്കാനും ചിക്കൻ കഴിക്കാനും എല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് റൈസ് ഇട്ടിട്ട് ഇതേപോലെ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ തീ വെക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ആ മസാലയെല്ലാം മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ബാക്കി റൈസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാനേ കഴിയുന്നില്ലൂ. ഇനി ലാസ്റ്റ് ഇതാ ഞാനെല്ലാം ഒന്ന് തട്ടിച്ചെരിയുന്നുണ്ട് കേട്ടോ. എനിക്ക് മടി പിടിച്ചിട്ട് എന്താ പറയുക കുറേ സമയമായി ഇങ്ങനെ കുറച്ചായിട്ട് ചെരിഞ്ഞു കൊടുക്കുന്നു. ലാസ്റ്റ് മൊത്തത്തിലായിട്ട് ഒന്ന് ചെരിഞ്ഞ് ഇനി ഇതാ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പശു നെയ്യില്ലേ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം തികച്ചും ഓപ്ഷനിലാണ്. ഇനി ഇതാ യെല്ലോ ഫുഡ് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതും ഓപ്ഷനിലാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒരു ഇങ്ങനെ ഇടക്ക് യെല്ലോ കളർ കാണാനാന്ന് കേട്ടോ ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തിന്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മസാലകളെല്ലാം ചോറിന് നല്ലതുപോലെ ഒന്ന് പിടിക്കട്ടെ. അതുവരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പം ഇന്ന് ഇക്കാലുള്ള ദിവസമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഉച്ചക്കെ മന്തിയാക്കിയിട്ട് വെച്ചിന്. പിന്നെയെന്ന് പറയാം കുറച്ച് മടിയുണ്ടായിന്, കുറച്ച് പണികൾ അധികം ഉണ്ടായിന് കേട്ടോ. എന്താ വെച്ചാൽ ചെടി നടൽ അത് ഒരു പ്രത്യേക എന്താ പറയുക അടുക്കളയിലത്തെ നല്ല പണിയെടുത്ത് ചെടി നടാൻ പോയാൽ കഴിയൂല. അപ്പം ബാക്കി ഇനി ഈ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ മാറ്റി വെച്ച ചിക്കൻ അതിൻ്റെ മീത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ ചാർക്കോളില്ലേ നമ്മളെ പുകയ്ക്കുന്നത്, അത് വേണമെങ്കിൽ ഇതിലേക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പച്ചമുളക് കുത്തി കൊടുക്കുന്നുണ്ട്, പുകയ്ക്കൊന്നും ചെയ്യുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. രണ്ടും ഒരേപോലെ തന്നെയാണ്. ചെറിയൊരു മണം വ്യത്യാസം വരുന്നതല്ലാണ്ട് വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. കാര്യമായിട്ട് എനിക്ക് നല്ല ടേസ്റ്റൊന്നും തോന്നിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് കണ്ട ഇതെന്നറിയോ പറങ്കി മാങ്ങയില്ലേ അതാണ് കേട്ടോ അത് ഇക്ക ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോൾ കൊണ്ടുവന്നെയാണ്. അപ്പോൾ മുമ്പൊക്കെ ഇങ്ങനെ മുറിച്ചിട്ടെല്ലാം ആക്കിയിട്ട് വെക്കില്ല. അപ്പോൾ ഇക്ക അങ്ങനെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മോനോട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞതാണ്. അപ്പം എടുത്തുകൊണ്ട് വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എനിക്ക് വെച്ചെടുത്തതാണ്. അപ്പോൾ പുളിച്ചിട്ട് എനിക്ക് കഴിക്കാൻ കഴിയുന്നില്ല കേട്ടോ. അവൻ പറഞ്ഞാൽ എനിക്ക് വേണ്ടാന്ന്. ഞാൻ രണ്ടു വട്ടം കഴിച്ചില്ല. എനിക്ക് വലിയ കാര്യമൊന്നുമല്ല കേട്ടോ ഇത്. അപ്പം വലിയ മധുരമോ അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ. ഇത് മുമ്പൊക്കെ ഇങ്ങനെ വലിയ നല്ല മധുരത്തിലെല്ലാം കിട്ടില്ലേ. ആരെങ്കിലും ഇങ്ങനെ ആക്കി കൊടുക്കണ്ട, ഒന്ന് കമൻറ്റ് ചെയ്യണേ. പറങ്കിമാവ് ഇങ്ങനെ തിന്നുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി സംഭാരവും കൂടെ കുടിച്ച് ഒന്ന് ക്ഷീണം മാറ്റാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യാൻ വന്നേക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നതിലേക്കും ബായ്.